താനൂർ തെയ്യാല തട്ടത്തലയിലെ 2 കോടി രൂപ കവർച്ചയ്ക്ക് കൂലിയായി ലഭിച്ച 5 ലക്ഷം രൂപ പ്രതി ഒളിപ്പിച്ചത് വീട്ടിലെ പട്ടിക്കൂട്ടിൽ. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതോടെയാണ് പണം ഒളിപ്പിച്ച സ്ഥലം പ്രതി വെളിപ്പെടുത്തിയത്. പോലീസ് സംഘം പ്രതിയെയും കൊണ്ട് വീട്ടിലെത്തി പട്ടിക്കൂട്ടിൽ നിന്നും പണം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു. തിരൂരങ്ങാടി തടത്തിൽ വീട്ടിൽ അബ്ദുൽ കരീം, പരപ്പനങ്ങാടി മംഗലശ്ശേരി വീട്ടിൽ രജീഷ്, പരപ്പനങ്ങാടി പന്താരങ്ങാടി വലിയ പീടിയേക്കൽ വീട്ടിൽ മുഹമ്മദ് ഫവാസ് എന്നിവരെയാണ് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയത്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഫവാസാണ് പണം ഒളിപ്പിക്കാൻ വീട്ടിലെ പട്ടിക്കൂട് തിരഞ്ഞെടുത്തത്. 3 പ്രതികളെയും വിവിധ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുത്തു. അബ്ദുൽ കരീമിന്റെ വീട്ടിൽ നിന്ന് 6 ലക്ഷത്തോളം രൂപയും രജീഷിന്റെ വീട്ടിൽ നിന്ന് 2 ലക്ഷം രൂപയും ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൃത്യമായി എത്ര തുക ലഭിച്ചു എന്നതിൽ അന്വേഷണം നടക്കുകയാണ്. സംഘത്തലവൻ കരീമിന് 15 ലക്ഷം രൂപ നൽകിയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. കഴിഞ്ഞ ദിവസമായിരുന്നു 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരോടൊപ്പമുണ്ടായിരുന്ന 4-ാമന് വേണ്ടിയും പണം തട്ടലിന് കൊട്ടേഷൻ നൽകിയവർക്കായും അന്വേഷണം തുടരുകയാണ്. കൊട്ടേഷൻ നൽകിയവർ നിലവിൽ വിദേശത്താണുള്ളത്. പ്രതികളുടെ അറസ്റ്റോടെ അതിശയിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. തെന്നല സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നായിരുന്നു കാറിൽ പിന്തുടർന്നെത്തിയ മുഖംമൂടി സംഘം 2 കോടിയോളം രൂപ തട്ടിയെടുത്തത്. നിലവിൽ 3 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത്. ആയുധങ്ങളും മുഖംമൂടികളും കാറും വാങ്ങിയ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുണ്ട്. എഡിറ്റർ ലൈവ്, താനൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.